ദേശമംഗലം പഞ്ചായത്തിലെ കൊറ്റമ്പത്തൂർ ഉന്നതിയിൽ മണ്ണിടിച്ചിൽ 2018 വലിയ മണ്ണിടിച്ചിൽ ദുരന്തത്തിന് സാക്ഷ്യം വഹിച്ച ഉന്നതിക്കാർ താമസം മാറ്റിയ പുതിയ സ്ഥലത്തും സമാന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. കുളപ്പുറത്ത് അസീസിന്റെ ഭാര്യ നസീറ വീടിന്റെ പുറകുവശത്ത് വസ്ത്രമലക്കുന്നതിനിടെ മഴയിൽ ഉഗ്രശബ്ദത്തോടെ പാറയും മണ്ണും ഉൾപ്പെടെ ഇടിഞ്ഞു വീഴുകയായിരുന്നു. ശബ്ദം കേട്ട് ഓടിമാറിയതിനാൽ മണ്ണിനടിയിൽപ്പെടാതെ രക്ഷപ്പെട്ടു. വലിയ പാറകൾ വന്ന് പതിച്ചതിനാൽ പാത്രങ്ങളും മറ്റും അതിനടിയിലായി. പൂവത്തങ്കൽ റസിയയും ശബ്ദം കേട്ട് വീടിന്റെ പുറത്തേക്ക് ഓടി രക്ഷപ്പെടുകയായിരുന്നു. 2018 ഓഗസ്റ്റ് 15-നുണ്ടായ മണ്ണിടിച്ചിൽ 4 പേരുടെ മരണത്തിന് ഇടയാക്കിയിരുന്നു. അന്ന് 35ഓളം കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. ഇതിൽ 19 കുടുംബങ്ങൾക്കായി സർക്കാർ വീടുകൾ നിർമ്മിച്ചു നൽകിയിരുന്നു. ബാക്കിയുള്ളവർക്ക് മറ്റു സംഘടനകളും വീടുകൾ നൽകി. സർക്കാർ നിർമ്മിച്ചു നൽകിയ 19 കുടുംബങ്ങളിലെ കൊറ്റമ്പത്തൂർ ഉന്നതിയിലെ ചിന്ന, പ്രേമ എന്നിവരുടെ വീടുകളാണ് തകർച്ചാ ഭീഷണി നേരിടുന്നത്. ചെറിയൊരു മഴയും കാറ്റൊക്കെ ഉണ്ടായി. അപ്പോൾ ആ ഭാഗം ഞങ്ങൾ മേൽഭാഗം ആദ്യം ഇടിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അപ്പുറം വെച്ചിട്ട് ഒന്ന് ഇടിഞ്ഞു. നല്ല കല്ലും മണ്ണും ഒന്നിച്ചാണ് ഇടിഞ്ഞത്. ആദ്യം ഒരു വലിയൊരു പാറ വന്ന് വീണത്. അപ്പോൾ അതിൻ്റെ താഴെ അടുത്ത് വിട്ട സിക്കാൻ്റെ ഭാര്യ നെസി തിരുമ്പായിരുന്നു. അപ്പോൾ ഞാൻ അവിടുന്ന് വേഗം ഞങ്ങൾ ഓടി ഓടി രക്ഷപ്പെട്ടു. പക്ഷേ വലിയ കല്ലും പാറയും കൂട്ടാണ് വീണത്. ഇങ്ങനെ അനുഭവങ്ങൾ ഇനിയും തുടരുകയെങ്കിൽ ഞങ്ങളിവിടെ എങ്ങനെ ജീവിക്കുക? ഇത്രയും ഞങ്ങൾക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്. സർക്കാർ നിർമ്മിച്ചു നൽകിയ വീടുകളിൽ നിന്ന് മഴവെള്ളം ഒഴുകിപ്പോകുന്നതിന് യാതൊരു സംവിധാനവും ചെയ്തിട്ടില്ലെന്ന് കുടുംബങ്ങൾ പറഞ്ഞു. മണ്ണിടിച്ചിൽ ഉണ്ടായ പ്രദേശത്ത് ദേശമംഗലം പഞ്ചായത്ത് അധികൃതർ എത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. മണ്ണിടിച്ചിൽ ഭീഷണി നേരിടുന്ന കുടുംബങ്ങളോട് മാറി താമസിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് ദേശമംഗലം വില്ലേജ് ഓഫീസർ ഫിറോസ് പറഞ്ഞു. TCV തൃശൂർ.